നമസ്കാരം. ഇന്ത്യയുടെ 12 ആണവ പോർമുനകൾ പ്രവർത്തന സജ്ജമായതോടെ ആകെ ഉറക്കമില്ലാത്ത രാത്രികൾ പാകിസ്ഥാന് കൂട്ടിനെത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ ഇനി തൊട്ടാൽ മിച്ചമുണ്ടാകില്ല എന്ന സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ തിരിച്ചറിവാണ് പാകിസ്ഥാനെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചിരിക്കുന്നത്. 190 ആണവ പോർമുനകളിൽ 12 ഇന്ത്യ ആദ്യമായി പ്രവർത്തനക്ഷമമായി വിന്യസിച്ചതായാണ് സ്വീഡൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിപ്രിയുടെ വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് ആധുനിക നിയന്ത്രണവും നിരായുധീകരണവും ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര സ്ഥാപനം കൂടിയാണ്. സമാധാന കാലത്തെ യുദ്ധമുനകളും വിതരണ സംവിധാനങ്ങളും വേർപെടുത്തി സൂക്ഷിക്കുക എന്ന ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തന്ത്രത്തിൽ നിന്നുള്ള ഒരു മാറ്റം കൂടിയാണ്. ഇതിൽ 12 ആണവ പോർമുനകൾ ഇന്ത്യ ആദ്യമായി പ്രവർത്തനക്ഷമമായി വിന്യസിച്ചിട്ടുണ്ട് എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. സമാധാന കാലത്ത് വാർഹെഡുകളും ഡെലിവറി സിസ്റ്റങ്ങളും വേർപെടുത്തി സൂക്ഷിക്കുക എന്ന ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തന്ത്രത്തിൽ നിന്നുമുള്ള ഒരു മാറ്റം കൂടിയാണ്. വെള്ളിയാഴ്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഈ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇന്ത്യ മുങ്ങിക്കപ്പലുകളിൽ നിന്നും ആണവ മിസൈലുകൾ സ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ അസ്വസ്ഥരായിരുന്നു. പാകിസ്ഥാന് ഇപ്പോഴും മുങ്ങിക്കപ്പലുകളിൽ നിന്നും ആണവ മിസൈലുകൾ തൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ചൈനയാകട്ടെ ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം ഇന്ത്യ പാക് സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് ഒരു റിപ്പോർട്ട്. എന്നാലും കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം പ്രതിരോധ ആയുധങ്ങളിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 21,700 കോടി രൂപ ചിലവിൽ തദ്ദേശീയ പദ്ധതിയായ പ്രൊജക്ട് കുശ ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കും. ഈ സംവിധാനങ്ങൾക്ക് 400 കിലോമീറ്റർ അകലെ നിന്നും യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ലക്ഷ്യമിടാൻ സാധിക്കും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശൻ ചക്രയുടെ ഭാഗമായാണ് പ്രോജക്ട് കുശ. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ധീരമായ സായുധ സേനകൾ വിതച്ച നാശം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ 12 ആണവ പോർമുനകൾ വിന്യസിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം എന്നേക്കുമായ അസീം മുനീറിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സായുധ സേന ഒരിക്കലും അവരുടെ വിജയത്തിൽ ആഹ്ലാദിച്ചിട്ടില്ല. സംഘർഷത്തിനിടെ ശ്രദ്ധയിൽപ്പെട്ട തെറ്റുകളും പോരായ്മകളും തിരുത്തുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഈ പോരായ്മകളെല്ലാം അതിനെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദർശനത്തിന്റെയും ശക്തമായ ഇച്ഛാശക്തിയുടെയും ആത്മനിർഭർ കൈവരിക്കുവാനുള്ള നമ്മുടെ സൈന്യത്തിന്റെയും ലക്ഷ്യത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെ അടിമുടി നിലംപരിശാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.